നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. ഏതെങ്കിലും രീതിയിൽ ആധാരമെഴുത്തുകാരെ തെരുവാധാരമാക്കാൻ സർക്കാർ ആഗ്രഹിക്കുന്നില്ലെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി അഭിപ്രായപ്പെട്ടു. ഓൾ കേരള ഡോക്യുമെന്റ് റൈറ്റേഴ്സ് ആൻഡ് സ്ക്രൈബ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുടിവെള്ളം പാഴാകാൻ തുടങ്ങിയിട്ട് മാസങ്ങൾ പിന്നിട്ടിട്ടും പൊട്ടിയ പൈപ്പ് ലൈനിന്റെ അറ്റകുറ്റപ്പണി നടത്താൻ തയ്യാറാകാതെ അധികൃതർ. ആലപ്പുഴ നഗരസഭ ആലിശ്ശേരി ജംഗ്ഷന് സമീപമാണ് പൈപ്പ് ലൈൻ പൊട്ടി മാസങ്ങളായി കുടിവെള്ളം പാഴായിക്കൊണ്ടിരിക്കുന്നത്. കേരള ബാങ്ക് ആലപ്പുഴ റീജിയണൽ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ കസ്റ്റമർ മീറ്റ് സംഘടിപ്പിച്ചു. പുന്നപ്രയിൽ സംഘടിപ്പിച്ച പരിപാടി അമ്പലപ്പുഴ MLA സലാം ഉദ്ഘാടനം ചെയ്തു. SSLC പരീക്ഷയിൽ 100% വിജയം കരസ്ഥമാക്കിയ നഗരസഭാ പരിധിയിലെ സ്കൂളുകളെ നഗരസഭാ അധ്യക്ഷ KK ജയമ ആദരിച്ചു. നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷർ, കൗൺസിലർമാർ എന്നിവർക്കൊപ്പം സ്കൂളിൽ ചെന്നാണ് പ്രഥമാധ്യാപകരെ പൊന്നാടയിട്ട് ആദരിച്ചത്. ഹയർ സെക്കൻഡറി പരീക്ഷയിൽ ജില്ലയിൽ 77.86% വിജയം. 120 സ്കൂളുകളിലായി ആകെ പരീക്ഷ എഴുതിയ 20,263 വിദ്യാർത്ഥികളിൽ 15,777 പേർ ഉപരിപഠനത്തിന് അർഹത നേടി. വാർത്തകൾ വിശദമായി. ഏതെങ്കിലും രീതിയിൽ ആധാരമെഴുത്തുകാരെ തെരുവാധാരമാക്കാൻ സർക്കാർ ആഗ്രഹിക്കുന്നില്ല എന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി അഭിപ്രായപ്പെട്ടു. ഓൾ കേരള ഡോക്യുമെന്റ് റൈറ്റേഴ്സ് ആൻഡ് സ്ക്രൈബ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പൊതുസമ്മേളനം ആലപ്പുഴയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഏതെങ്കിലും രീതിയിൽ ആധാരമെഴുത്തുകാരെ തെരുവാധാരമാക്കാൻ സർക്കാർ ആഗ്രഹിക്കുന്നില്ലെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി അഭിപ്രായപ്പെട്ടു. ഓൾ കേരള ഡോക്യുമെന്റ് റൈറ്റേഴ്സ് ആൻഡ് സ്ക്രൈബ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നേതാക്കന്മാരുമായും സംഘടനയുടെ മറ്റു പ്രധാനപ്പെട്ട വ്യക്തികളും സംസ്ഥാന സമ്മേളനത്തിന് ശേഷം നിങ്ങൾ തയ്യാറാക്കുന്ന ഒരു രൂപരേഖ ഉണ്ടായിരിക്കും എന്ന് കരുതുകയാണ്. എന്താണ് നിങ്ങളുടെ ആശങ്കകൾ, നിങ്ങളുടെ നിർദ്ദേശം എന്താണ്? ആ കാര്യങ്ങൾ രേഖ നൽകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കാം. ആ വിഷയം സംബന്ധിച്ച് നിങ്ങളുടെ നേതാക്കന്മാരുമായി തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ നിങ്ങൾ നിശ്ചയിക്കുന്ന സ്ഥലത്തോ വന്ന് നിങ്ങളുടെ കാര്യങ്ങൾ തുറന്ന മനസ്സോട് ചർച്ച ചെയ്തതായും കാര്യം മനസ്സിലാക്കാൻ ഞാൻ അവസരം ഉണ്ടാക്കാൻ തീരുമാനിക്കുന്നു. അത് ഏകപക്ഷീയമായ തീരുമാനം എടുക്കാനില്ല. നിങ്ങളുടെ മനസ്സിനെ വ്യാകുലമാക്കുന്ന, ഉത്കണ്ഠപ്പെടുത്തുന്ന ആശങ്കകൾ അതെന്തായിരുന്നാലും അത് കേൾക്കാനും അത് പരിഹാരം കാണാൻ എന്തെല്ലാം മാർഗങ്ങൾ നമുക്ക് ഒന്നിച്ചു സ്വീകരിക്കേണ്ടത്, അതേക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വകുപ്പിൽ സാങ്കേതിക മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോൾ ഉണ്ടാകുന്ന ഉത്കണ്ഠ സ്വാഭാവികമാണ്. ആധാരമെഴുത്തുകാരുടെ ആവശ്യങ്ങൾ അടങ്ങുന്ന രൂപരേഖ എല്ലാവരെയും ഉൾപ്പെടുത്തി തിരുവനന്തപുരത്ത് ചർച്ച ചെയ്യുമെന്നും മന്ത്രി പറഞ്ഞു. അസോസിയേഷൻ പ്രസിഡന്റ് KG ഇന്ദു കലാധരൻ അധ്യക്ഷത വഹിച്ചു. CPI ജില്ലാ സെക്രട്ടറി TJ ആഞ്ചലോസ്, കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി I ഷിഹാബുദ്ദീൻ, അസോസിയേഷൻ ജനറൽ സെക്രട്ടറി A അൻസാർ, ട്രഷറർ CP അശോകൻ, സെക്രട്ടറി V വൃന്ദാമണി, വൈസ് പ്രസിഡന്റുമാരായ VV ശശിമോൻ, രാമചന്ദ്രൻ നായർ, ഉപദേശക സമിതി ചെയർമാൻ OM ദിനകരൻ, ദേശീയ സമിതി അംഗം VN ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ സമ്മേളനത്തിൽ സംബന്ധിച്ചു. ഹയർ സെക്കൻഡറി പരീക്ഷയിൽ ജില്ലയിൽ 77.86% വിജയം. 120 സ്കൂളുകളിലായി ആകെ പരീക്ഷ എഴുതിയ 20,263 വിദ്യാർത്ഥികളിൽ 15,777 പേർ ഉപരിപഠനത്തിന് അർഹത നേടി. 1,899 വിദ്യാർത്ഥികൾ മുഴുവൻ വിഷയത്തിലും A+ കരസ്ഥമാക്കി. ഹയർ സെക്കൻഡറി പരീക്ഷയിൽ ജില്ലയിൽ 77.86% വിജയം. 120 സ്കൂളുകളിലായി ആകെ പരീക്ഷ എഴുതിയ 20,263 വിദ്യാർത്ഥികളിൽ 15,777 പേർ ഉപരിപഠനത്തിന് അർഹത നേടി. 1,899 വിദ്യാർത്ഥികൾ മുഴുവൻ വിഷയത്തിലും A+ കരസ്ഥമാക്കി. ജില്ലയിലെ ടെക്നിക്കൽ സ്കൂളുകളിൽ 58% വിജയം. ആകെ 98 പേർ പരീക്ഷ എഴുതിയതിൽ 57 പേർ ഉപരിപഠനത്തിന് അർഹരായി. ഒരു വിദ്യാർത്ഥിയാണ് മുഴുവൻ വിഷയത്തിലും A+ നേടിയത്. ഓപ്പൺ സ്കൂൾ വിഭാഗത്തിൽ ജില്ലയിൽ 46% വിജയം. 1,418 വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത്. 662 പേർ ഉപരിപഠനത്തിന് അർഹത നേടി. 59 വിദ്യാർത്ഥികൾ മുഴുവൻ വിഷയത്തിലും A+ നേടി. കുടിവെള്ളം പാഴാകാൻ തുടങ്ങിയിട്ട് മാസങ്ങൾ പിന്നിട്ടിട്ടും പൊട്ടിയ പൈപ്പ് ലൈനിന്റെ അറ്റകുറ്റപ്പണി നടത്താൻ തയ്യാറാകാതെ അധികൃതർ. ആലപ്പുഴ നഗരസഭ ആലിശ്ശേരി ജംഗ്ഷന് സമീപമാണ് പൈപ്പ് ലൈൻ പൊട്ടി മാസങ്ങളായി കുടിവെള്ളം പാഴായിക്കൊണ്ടിരിക്കുന്നത്. ന്യൂസ് സ്റ്റാർ ന്യൂസ് തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ടിലേക്ക്. ദിനംപ്രതി നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന പ്രധാന റോഡിലാണ് മാസങ്ങളായി ഇത്തരത്തിൽ കുടിവെള്ളം പാഴാക്കി കളയുന്നത്.
ആലപ്പുഴ നഗരസഭ ആലുശ്ശേരി ജംഗ്ഷന് സമീപമാണ് ഇത്തരത്തിൽ ആയിരക്കണക്കിന് ലിറ്റർ ശുദ്ധജലം ദിനംപ്രതി പാഴാക്കി കളയുന്നത്. വേനലിൽ കുടിവെള്ളത്തിനായി നഗരത്തിലുള്ളവർ നെട്ടോട്ടമോടുന്ന കാഴ്ച നമ്മുടെ മുമ്പിലുള്ളപ്പോഴാണ് ഇത്തരത്തിൽ നിരവധിയിടങ്ങളിൽ പൈപ്പ് ലൈൻ പൊട്ടി കുടിവെള്ളം പാഴാകുന്നത്. പ്രദേശവാസികൾ നിരവധി തവണ ബന്ധപ്പെട്ട അധികൃതരോട് വിവരം ധരിപ്പിച്ചെങ്കിലും ആരും തിരിഞ്ഞു നോക്കിയില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. വെള്ളം പമ്പ് ചെയ്യുന്ന സമയത്ത് ശക്തമായ ജലപ്രവാഹം ഇവിടെ ഉണ്ടാകുന്നുണ്ടെന്നും റോഡിൽ വലിയ കുഴി രൂപപ്പെട്ടതുകൊണ്ട് തന്നെ രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ അപകടങ്ങൾ പതിവാകുന്നതായും പ്രദേശവാസികളും സാക്ഷ്യപ്പെടുത്തുന്നു. വിഷയം ജില്ലാ കളക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഒരുങ്ങുകയാണ് നാട്ടുകാരിപ്പോൾ. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ. സംസ്ഥാന സാക്ഷരതാ മിഷൻ നടത്തിവരുന്ന പച്ചമലയാളം സർട്ടിഫിക്കറ്റ് കോഴ്സിനും 10ാം തരം ഹയർ സെക്കൻഡറി തുല്യതാ കോഴ്സിനും രജിസ്റ്റർ ചെയ്യാനുള്ള സമയപരിധി ഈ മാസം 31 വരെ നീട്ടിയതായി അധികൃതർ അറിയിച്ചു. കേരള ബാങ്ക് ആലപ്പുഴ റീജിയണൽ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ കസ്റ്റമർ മീറ്റ് സംഘടിപ്പിച്ചു. പുന്നപ്രയിൽ സംഘടിപ്പിച്ച പരിപാടി അമ്പലപ്പുഴ MLA സലാം ഉദ്ഘാടനം ചെയ്തു. കേരള ബാങ്ക് ആലപ്പുഴ റീജിയണൽ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ കസ്റ്റമർ മീറ്റ് സംഘടിപ്പിച്ചു. പുന്നപ്ര, അമ്പലപ്പുഴ, തിരുവമ്പാടി, എടത്വ ബ്രാഞ്ചുകളുടെ സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച കസ്റ്റമർ മീറ്റ് സലാം MLA ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ ഒരു സ്വന്തമായ ഒരു ബാങ്കായി കേരള ബാങ്കിന്റെ പേരിൽ അത് മാറ്റപ്പെട്ട് പ്രവർത്തനം ആരംഭിച്ചിട്ട് വളരെ ചെറിയ കാര്യമായിട്ട് അതിനു മുമ്പ് ജില്ലാ ബാങ്കും മറ്റു കാര്യങ്ങളുള്ള പ്രൈമറി ബാങ്കുകളൊക്കെയാണ് നമുക്കുണ്ടായത്. കേരള ബാങ്കിന്റെ ഒരു ആശയം സംസ്ഥാന ഗവൺമെന്റ് തന്നെ മുന്നോട്ട് വെച്ചിട്ടാണ്. കേരളത്തിലെ എല്ലാ ജില്ലാ സഹകരണ ബാങ്കുകളും ഒരു ബാങ്ക് വെച്ച് നോക്കി എല്ലാ സഹകരണ ബാങ്കുകളും അവരുടെ പുരോഗതി തീരുമാനിച്ചിട്ടാണ് കേരള ബാങ്ക് ഒരു പൊതുസ്ഥാപനത്തിലേക്ക് മാറാൻ നിശ്ചയിക്കപ്പെടുന്നത്. അതിനുശേഷമാണ് കേരള നിയമസഭയിലെ അതിന്റെ നിയമം പാസാക്കി. പുന്നപ്ര ശ്രീദേവി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ കേരള ബാങ്ക് റീജിയണൽ മാനേജർ ഷാജു ജോർജ് അധ്യക്ഷത വഹിച്ചു. ബാങ്ക് ഡയറക്ടർ ബോർഡ് മെമ്പർ P. ഗാനകുമാർ, ഡെപ്യൂട്ടി ജനറൽ മാനേജർ K. ചന്ദ്രശേഖരൻ നായർ, അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് S. ഹാരിസ്, അംഗം ജയപ്രകാശ്, പുന്നപ്ര മനോജ്, ഏരിയ മാനേജർ രാധിക തുടങ്ങിയവർ സംസാരിച്ചു. പുന്നപ്ര ബ്രാഞ്ച് മാനേജർ K. ഷൈജു ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. SSLC പരീക്ഷയിൽ 100% വിജയം കരസ്ഥമാക്കിയ നഗരസഭാ പരിധിയിലെ സ്കൂളുകളെ നഗരസഭാ അധ്യക്ഷ KK ജയമ്മ ആദരിച്ചു. നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷർ, കൗൺസിലർമാർ എന്നിവർക്കൊപ്പം സ്കൂളുകളിൽ ചെന്നാണ് പ്രഥമാധ്യാപകരെ പൊന്നാടയിട്ട് ആദരിച്ചത്. SSLC പരീക്ഷയിൽ 100% വിജയം കരസ്ഥമാക്കിയ നഗരസഭാ പരിധിയിലെ സ്കൂളുകളെ നഗരസഭാ അധ്യക്ഷ KK ജയമ്മ ആദരിച്ചു. നഗരത്തിലെ 13 വിദ്യാലയങ്ങളാണ് മികവിന്റെ കേന്ദ്രങ്ങളായി മാറിയത്. ആര്യാട് സ്കൂൾ, TDHS, മുഹമ്മദൻസ് ഗേൾസ്, മുഹമ്മദൻസ് ബോയ്സ്, SDV ബോയ്സ്, SDV ഗേൾസ്, സെയിന്റ് തോമസ് HS തുമ്പോളി, സെയിന്റ് മൈക്കിൾസ് തത്തമ്പള്ളി, ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂൾ, സെയിന്റ് ജോസഫ്സ് ഗേൾസ്, സെന്റ് മേരീസ് പട്ടയാൽ, ലിയോ 13 സ്കൂൾ, തിരുവമ്പാടി സ്കൂൾ എന്നീ സ്കൂളിലെ പ്രഥമാധ്യാപകരെ സ്കൂളിലെത്തിയാണ് നഗരസഭാ അധ്യക്ഷ പൊന്നാടയിട്ട് ആദരിച്ചത്. നഗരസഭാ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ R. വിനീത, സ്ഥിരം സമിതി അധ്യക്ഷരായ MR. പ്രേം, AS. കവിത, MG. സതീദേവി, മറ്റ് കൗൺസിലർമാർ എന്നിവരും നഗരസഭാ അധ്യക്ഷ KK ജയമ്മയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഏതെങ്കിലും രീതിയിൽ ആധാരമെഴുത്തുകാരെ തെരുവാധാരമാക്കാൻ സർക്കാർ ആഗ്രഹിക്കുന്നില്ലെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി അഭിപ്രായപ്പെട്ടു. ഓൾ കേരള ഡോക്യുമെന്റ് റൈറ്റേഴ്സ് ആൻഡ് സ്ക്രൈബ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുടിവെള്ളം പാഴാകാൻ തുടങ്ങിയിട്ട് മാസങ്ങൾ പിന്നിട്ടിട്ടും പൊട്ടിയ പൈപ്പ് ലൈനിന്റെ അറ്റകുറ്റപ്പണി നടത്താൻ തയ്യാറാകാതെ അധികൃതർ. ആലപ്പുഴ നഗരസഭ ആലുശ്ശേരി ജംഗ്ഷന് സമീപമാണ് പൈപ്പ് ലൈൻ പൊട്ടി മാസങ്ങളായി കുടിവെള്ളം പാഴായിക്കൊണ്ടിരിക്കുന്നത്. കേരള ബാങ്ക് ആലപ്പുഴ റീജിയണൽ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ കസ്റ്റമർ മീറ്റ് സംഘടിപ്പിച്ചു. പുന്നപ്രയിൽ സംഘടിപ്പിച്ച പരിപാടി അമ്പലപ്പുഴ MLA സലാം ഉദ്ഘാടനം ചെയ്തു. SSLC പരീക്ഷയിൽ 100% വിജയം കരസ്ഥമാക്കിയ നഗരസഭാ പരിധിയിലെ സ്കൂളുകളെ നഗരസഭാ അധ്യക്ഷ KK ജയമ്മ ആദരിച്ചു. നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷർ, കൗൺസിലർമാർ എന്നിവർക്കൊപ്പം സ്കൂളിൽ ചെന്നാണ് പ്രഥമാധ്യാപകരെ പൊന്നാടയിട്ട് ആദരിച്ചത്. ഹയർ സെക്കൻഡറി പരീക്ഷയിൽ ജില്ലയിൽ 77.86% വിജയം. 120 സ്കൂളുകളിലായി ആകെ പരീക്ഷ എഴുതിയ 20,263 വിദ്യാർത്ഥികളിൽ 15,777 പേർ ഉപരിപഠനത്തിന് അർഹത നേടി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.